ഗ്വാഡലൂപ്പ മാതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് ഗ്വാഡലൂപ്പ ബസിലിക്കയിൽ റെക്കോർഡ് തീർത്ഥാടക പ്രവാഹം. ഡിസംബർ 11-നും 12-നുമായി ഏകദേശം 12.8 ദശലക്ഷം വിശ്വാസികളാണ് ദേവാലയം സന്ദർശിച്ചത്. മെക്സിക്കോ നഗരത്തിന്റെ വടക്കേ അറ്റത്തുള്ള ടെപ്പ്യ കുന്നിലെ ആർ ലേഡി ഓഫ് ഗ്വാഡലൂപ്പ ബസിലിക്കയിൽ ദൈവമാതാവിന്റെ പ്രത്യക്ഷീകരണ വാർഷികം ആഘോഷിക്കാനായാണ് ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഒത്തുചേർന്നത്. 2024-ലെ തീർത്ഥാടകരുടെ എണ്ണത്തെ മറികടന്നാണ് ഇത്തവണ റെക്കോർഡ് ഇട്ടിരിക്കുന്നതെന്ന് സഭാ നേതൃത്വം വ്യക്തമാക്കി. മെഡിക്കൽ സംഘങ്ങൾ, പൊതുക്രമസമാധാന പരിപാലനത്തിന് 10,000-കണക്കിന് സുരക്ഷാ ജീവനക്കാർ ഉൾപ്പെടെ വലിയ സജ്ജീകരണം തീർത്ഥാടന കേന്ദ്ര പരിസരങ്ങളിൽ ക്രമീകരിച്ചിരുന്നു. 1531-ൽ മെക്സിക്കൻ കർഷകനായിരുന്ന വിശുദ്ധ ജുവാൻ ഡിയേഗോയ്ക്ക് ദൈവമാതാവ് നൽകിയ പ്രത്യക്ഷപ്പെടലിലൂടെ ആഗോള ശ്രദ്ധ നേടിയ കേന്ദ്രമാണ് ഗ്വാഡലൂപ്പ ബസിലിക്ക. തനിക്ക് ലഭിച്ച ദർശനം ബിഷപ്പിന് മുന്നിൽ സ്ഥിരീകരിക്കുവാൻ പരിശുദ്ധ അമ്മ സമ്മാനിച്ച പുഷ്പങ്ങളുമായി എത്തിയ ജുവാൻ തന്റെ മേലങ്കി ബിഷപ്പിന് മുന്നിൽ തുറന്നപ്പോൾ പൂക്കൾ സൂക്ഷിച്ചിരുന്ന സ്ഥാനത്ത് ജുവാന് പ്രത്യക്ഷപ്പെട്ട അതേ രൂപത്തിൽ പരിശുദ്ധ അമ്മയുടെ ചിത്രം അത്ഭുതകരമായി ആലേഖനം ചെയ്തിരിക്കുകയായിരുന്നു. ഈ ചിത്രമാണ് ഗ്വാഡലൂപ്പ മാതാവ് എന്ന പേരിൽ പ്രസിദ്ധമായത്. സംഭവത്തിന് ശേഷമുള്ള നൂറ്റാണ്ടുകളിൽ ആശ്ചര്യജനകമായതും വിവരിക്കാനാവാത്തതുമായ അനേകം പ്രത്യേകതകൾ ഗ്വാഡലൂപ്പിലെ പരിശുദ്ധ മാതാവിന്റെ ഈ ചിത്രത്തിൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു. ഇന്നും ഈ അത്ഭുത ചിത്രം കേടുകൂടാതെയും പ്രകൃതി നിയമങ്ങളെ അതിലംഘിച്ചും ഗ്വാഡലൂപ്പ ബസിലിക്കയിൽ ലോകത്തിനു മുന്നിൽ അത്ഭുത സാക്ഷ്യമായി നിലകൊള്ളുന്നു.